So the next section is section 138, that is internal audit. ഏതൊക്കെ കമ്പനീസിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ, ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ഏതൊക്കെ കമ്പനീസിനാണ് ആപ്ലിക്കബിൾ? എല്ലാ കമ്പനീസും ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ചില കമ്പനീസ് ഇൻറ്റേർണൽ ഓഡിറ്ററിനെ നിയമിച്ചിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്തേ പറ്റൂ. അത് ഏതൊക്കെ കമ്പനീസാണെന്ന് പറയാൻ പോകുന്നത്. സെക്ഷൻ 138-ൽ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും പിന്നെ സച്ച് അതർ ക്ലാസസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സച്ച് അതർ ക്ലാസസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നുണ്ട്. റൂൾസ് എടുത്ത് നോക്കണം. ഏത് റൂൾസ് വെച്ചാൽ കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് എടുത്ത് നോക്കുമ്പോൾ റൂൾ 13-ൽ പറയുന്നുണ്ട് ലിസ്റ്റഡ് കമ്പനി അല്ലാതെ വേറെ ഏതൊക്കെ കമ്പനികൾക്ക് ഇൻറ്റേർണൽ ഓഡിറ്ററെ നിയമിച്ചിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തണമെന്ന്. അപ്പോൾ പറയുന്നത് സെർച്ച് ചെയ്യട്ടെ. പേജ് നമ്പർ 9.50, കമ്പനീസ് റിക്വയർഡ് ടു അപ്പോയിൻറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റർ. അതാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞു എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തണം. അതുകൂടാതെ നിങ്ങളുടെ കമ്പനി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ, അതാണ് ഇതേ സെക്കൻഡ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പനി അൺലിസ്റ്റഡ് ആണ്, അതൊരു പബ്ലിക് കമ്പനിയാണ്. എന്നാൽ ഈ പറയാൻ പോകുന്ന 4 ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ഇൻറ്റേർണൽ ഓഡിറ്ററിനെ നിയമിക്കണം, ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തണം. ഈ ക്രൈറ്റീരിയ ഞാനൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ബുക്കിൽ 25 തൊട്ട് താഴെ 50 തൊട്ട് താഴെ 100 തൊട്ട് താഴെ 200 എന്ന് എഴുതുക. 25-ൻ്റെ ഡബിളാണ് 50, 50-യുടെ ഡബിളാണ് 100, 100-ൻ്റെ ഡബിളാണ് 200 ആണല്ലോ. ഈ ABCD എന്ന് കിടക്കുന്നതിനകത്ത് ഓർഡർ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ D ആണ് ആദ്യം വരുന്നത്, പിന്നെ A ആണ് രണ്ടാമത് വരുന്നത്, പിന്നെ C ആണ് മൂന്നാമത് വരുന്നത്, പിന്നെ B ആണ് നാലാമത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണ്. ഹാവിങ് D പോയിന്റ് നോക്കിക്കേ, ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ് ഓഫ് 25 crores ഓർ മോർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ എടുത്ത് നോക്കുക. നിങ്ങളിപ്പോൾ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ 2019-2020 വിചാരിച്ചോ. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതാ? 2018-2019 ആണല്ലോ. എന്നാൽ ആ വർഷത്തെ 1 April തൊട്ട് 31 March വരെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് നോക്കുക. അത് എപ്പോഴെങ്കിലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. അത് എപ്പോഴെങ്കിലും 25 കോടിയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കബിൾ ആകും? ഇൻറ്റേർണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകും. അതായത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. 1 April 2018 ആയിരിക്കുന്നപ്പോൾ നിങ്ങളുടെ ഓപ്പണിംഗ് ഡെപ്പോസിറ്റ്സിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 20 crores ആയിരുന്നു. ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് on the first day of your financial year was of the preceding year. First day of the preceding financial year was 20 crores. The company accepted 10 crores more of deposit during the year. അതായത് ഒരു 1 June ആയപ്പോൾ ഒരു 10 കോടിയും കൂടെ കൂടി എന്ത് ആക്സെപ്റ്റ് ചെയ്തു? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തു. എന്നാൽ 1 June എത്രയായിരിക്കും ഔട്ട്സ്റ്റാൻഡിങ് ടോട്ടൽ ഡെപ്പോസിറ്റ്? 30 crores ആയി ആണോ? എന്നിട്ട് ഒരു 31 December ആയപ്പോൾ ഇതിൽ നിന്നൊരു 25 കോടി തിരിച്ചു കൊടുത്തു. അതായത് റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് 25 crores ആയി. എന്നാൽ 31 December ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് എത്രയാണ്? 5 crores. പിന്നെ ഡെപ്പോസിറ്റിനെ തിരിച്ചു കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ 31 March ആയപ്പോൾ എത്രയാണ് ഡെപ്പോസിറ്റ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ്? 5 crores ആണ്. എൻ്റെ ചോദ്യം, ഈ കമ്പനി ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്, അവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത കഥയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ? കഴിഞ്ഞ വർഷത്തെ ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഈ ട്രാൻസാക്ഷനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പറയാൻ പോവുകയാണ് ആണ്. എന്നാൽ അത് കറക്റ്റ് ആണ്. എന്നാൽ എങ്ങനെയാണത് വന്നത്? അറ്റ് എനി പോയിന്റ് ഇൻ ടൈം ആണ് പറയുന്നത്. അപ്പോൾ എനി പോയിന്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ 31 December എടുത്ത് നോക്കുമ്പോൾ 5 crores ഉള്ളൂ. പക്ഷേ 1 June എടുത്ത് നോക്കുമ്പോൾ 30 crores ആണ് ഔട്ട്സ്റ്റാൻഡിങ്. ദാറ്റ് ഈസ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം ഓഫ് ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ എന്തായിപ്പോയി? 25 കോടിയോ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിപ്പോയി. എന്നാൽ നിങ്ങളുടെ കമ്പനിയിൽ എന്ത് ചെയ്തേ പറ്റൂ? ഇൻറ്റേർണൽ ഓഡിറ്റിനെ നിയമിച്ചിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയേ പറ്റൂ. ആണോ അല്ലയോ? ആണ്. എന്നാൽ ഇനി പറയുന്നത്, അപ്പോൾ ഡെപ്പോസിറ്റ് മനസ്സിലായല്ലോ. ഡെപ്പോസിറ്റ് D പോയിന്റ് ആണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, paid up share capital 50 crore rupees or more during the preceding financial year. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എടുക്കുക, അതായത് 2018-19 എടുക്കുക. paid up share capitalൻ്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കിയാൽ മതി. അത് എത്ര രൂപയാണ്?
50 crores അല്ലെങ്കിൽ അതിന് മേളിലുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കബിൾ ആണ്? ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ അറ്റ് എനി പോയിന്റ് ഇൻ ടൈം എന്നൊന്നും അല്ല, ഇവിടെ ഡ്യൂറിങ് ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. അപ്പം ക്ലോസിംഗ് ബാലൻസ് അങ്ങ് എടുത്താൽ മതി. ക്ലിയർ ആയോ? പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയേണ്ടത്, ആസ് അറ്റ് ദി എൻഡ് എന്ന് വേണം പറയാൻ. പക്ഷേ അവർ ഉദ്ദേശിക്കുന്നതാ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ 25 crores ഓർ മോർ ഡെപ്പോസിറ്റിൻ്റെ കേസ്, അത് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം ആണ്. 50 crores ഓർ മോർ, അത് എന്തിൻ്റെ കേസ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ കേസാണ്. ക്ലിയർ ആയോ? അപ്പോൾ 50 കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 100 ആണ്. 100 വരുന്ന തേർഡ് പോയിന്റ് ആണ്, സി പോയിന്റ്. കിടക്കുന്നുണ്ടോ? സെർച്ച് വെക്കുക. നിങ്ങളുടെ കമ്പനിയുടെ ലോൺസ് ആൻഡ് ബോറോയിങ്സ് ഉണ്ട്. അത് ബാങ്കുകളുടെ നിന്നും പിന്നെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും നിങ്ങൾ ബോറോ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. എന്നാൽ അത് എപ്പോഴെങ്കിലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, നേരത്തെ ഡെപ്പോസിറ്റ് പറഞ്ഞ അതേപോലെ തന്നെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം 100 crores മുകളിലുള്ള ലോൺസ് വല്ല ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ, നോട്ട് 100 crores ഓർ മോർ ബട്ട് എക്സീഡിങ് 100 crores ഓർ മോർ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ എക്സീഡിങ് 100 crores ഓർ മോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? ലോൺസ് ഓർ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം, തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ എക്സീഡിങ് 100 crores ഓർ മോർ ആണെങ്കിൽ, യഥാർത്ഥത്തിൽ എക്സീഡിങ് 100 crores എന്ന് പറഞ്ഞാൽ ഓർ മോർ എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു തെറ്റാണത്. അപ്പോൾ സി പോയിന്റ് മനസ്സിലായോ? ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഓർ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സീഡിംഗ് 100 crores ഓർ മോർ അറ്റ് എനി ടൈം, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. ക്ലിയർ ആയോ? അപ്പം ബോറോയിങ്സുമായി ലോൺസുമായി ഡെപ്പോസിറ്റ് വെച്ച് തുടങ്ങി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഇപ്പോൾ ലോൺസും ബോറോയിങ്സും ഫ്രം പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ്. ഡിബെഞ്ചർ ഒന്നും കൂട്ടണ്ട ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ആ തേർഡ് പോയിന്റും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ടേൺ ഓവർ 200 crores ഓർ മോർ ആണ് ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ 2018-2019 ടേൺ ഓവർ നോക്കുക, അത് 200 crores ഓർ മോർ ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് എന്ത് ആപ്ലിക്കബിൾ ആവും? ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും. ഈ പറഞ്ഞ 4 പോയിന്റ് ഇല്ലേ, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ബോറോയിങ്സ്, ടേൺ ഓവർ, ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? ഇന്റേണൽ ഓഡിറ്ററിനെ നിയമിക്കണം. ഇന്റേണൽ ഓഡിറ്റ് ചെയ്തേ പറ്റൂ. ഏത് കമ്പനി ആണെങ്കിൽ, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ. നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഈ ക്രൈറ്റീരിയ വല്ല നോക്കണം, വേണ്ട. നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയാണ്, സ്ട്രേറ്റ് അവേ ഇന്റേണൽ ഓഡിറ്റ് വേണം. ഇന്റേണൽ ഓഡിറ്ററിനെ നിയമിച്ചേ പറ്റൂ. ക്ലിയർ ആയോ? അപ്പോൾ 25, 50, 100, 200. 25 എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ്, അത് അറ്റ് എനി ടൈം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആണ്. 50 എന്ന് പറഞ്ഞാൽ എന്താണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺസ് ഓർ ബോറോയിങ്സ് എക്സീഡിങ് 100 crores ആണ്. അവിടെ എക്സീഡിങ് എന്ന് എഴുതിക്കോ. ഓക്കെ, അതിന് ലാസ്റ്റ് ടേൺ ഓവർ 200 crores ഓർ മോർ. ക്ലിയർ ആയോ? ഇത് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയുടെ കേസ്. ഇനി അഥവാ നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് 100ന്റെ കേസും ഒന്ന് 200ന്റെ കേസും. 100 കേസ് പറഞ്ഞാൽ ബോറോയിങ്സ് ആണ്, 200 കേസ് പറഞ്ഞാൽ ടേൺ ഓവർ ആണ്. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ആണ് സാറ്റിസ്ഫൈ ചെയ്താൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? ഇന്റേണൽ ഓഡിറ്റ് ചെയ്തേ പറ്റൂ. ഇന്റേണൽ ഓഡിറ്ററിനെ നിയമിച്ചേ പറ്റൂ. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ ഏത് 2 ക്രൈറ്റീരിയ നോക്കത്തില്ല? ഒന്ന് ഡെപ്പോസിറ്റ് ക്രൈറ്റീരിയ നോക്കത്തില്ല, പിന്നെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ക്രൈറ്റീരിയ നോക്കത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് വായിക്കുകയാണേ. Companies required to appoint internal auditor. The following classes of companies shall be required to appoint an internal auditor, which may either be an individual or a partnership firm or a body corporate. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ഇന്റേണൽ ഓഡിറ്ററായിട്ട് നിയമിക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ വേണമെങ്കിൽ നിയമിക്കാം. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് LLP-നെ എന്തായിട്ട് നിയമിക്കാം? ഇന്റേണൽ ഓഡിറ്ററായിട്ട് നിയമിക്കാൻ. എന്ത് കണ്ടക്ട് ചെയ്യാൻ? ഇന്റേണൽ ഓഡിറ്റ്. അത് ഫസ്റ്റ് പോയിന്റ്. എവരി ലിസ്റ്റഡ് കമ്പനി നിയമിച്ചേ പറ്റൂ. എവരി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി having paid up share capital of 50 crores or more during the preceding financial year, turnover of 200 crores or more during the preceding financial year, outstanding loans or borrowings from banks or public financial institutions exceeding 100 crores or more at any point of time during the preceding financial year, or outstanding deposit of 25 crores or more at any point of time during the preceding financial year. And every private company having turnover of 200 crores or more during the preceding financial year, outstanding loans or borrowings from public financial institutions or banks exceeding 100 crores or more at any time. Clear ആയോ? അപ്പോൾ ഇന്റേണൽ ഓഡിറ്റർ ആർക്കൊക്കെ ആകാൻ യോഗ്യതയുണ്ട്? ചാർട്ടേഡ് അക്കൗണ്ടിനാകാം, കോസ്റ്റ് അക്കൗണ്ടിനാകാം, വേറെ ഏതെങ്കിലും പ്രൊഫഷണലിനാകാം. അതായത് MBA കാരനും വേണമെങ്കിലാകാം. MBA ഇസ് എ പ്രൊഫഷണൽ കോഴ്സ്. CS-നാകാം, ലോയേഴ്സിനാകാം. ലോയേഴ്സ്, CS ആൻഡ് ഓൾ ആർ പ്രൊഫഷണൽസ്. ഓക്കെ, അതുമല്ല പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അതായത് കമ്പനിയുടെ എംപ്ലോയിന് വരെ, ഈ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഈ എംപ്ലോയി എന്ന് പറയുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, ഈ എംപ്ലോയി എന്ന് പറയുന്ന ഒരു MBA കാരനാണ്. എന്നാൽ ആ MBA കാരനായ എംപ്ലോയി എന്താകാൻ വേണമെങ്കിൽ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റർ ആകാം. ഇന്റേണൽ ഓഡിറ്ററിനെ നിയമിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 9.50 എക്സ്ട്രാക്ട് ഓഫ് ദി ആക്ട് കിടക്കുന്നുണ്ടോ?
Such class or classes of companies as may be prescribed shall be required to appoint an internal auditor who shall either be a chartered accountant or a cost accountant or such other profession. അപ്പോൾ അവിടെ വേണമെങ്കിൽ MBA CS എന്നൊക്കെ എഴുതാം, ഓക്കെ, ലോയേഴ്സ് എന്നൊക്കെ എഴുതാം. ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ ബോർഡ്. അപ്പോൾ ആരാണ് നിയമിക്കുന്ന ഇന്റേണൽ ഓഡിറ്ററിനെ? ബോർഡാണ്. ടു കണ്ടക്ട് ഇന്റേണൽ ഓഡിറ്റ് ഓഫ് ദ ഫംഗ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി. The central government may, by rules, prescribe the manner and intervals in which internal audit shall be conducted and reported to the board. തൊട്ട് താഴെ, ഏറ്റവും താഴെ, അതായത് ആ ലൈൻ്റെ താഴെ, IFSC പബ്ലിക് കമ്പനിയോ IFSC പ്രൈവറ്റ് കമ്പനിയോ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾ ഏത് നടത്തിയേ പറ്റൂ, ഇന്റർണൽ ഓഡിറ്റ് നടത്തിയേ പറ്റൂ. പക്ഷേ നിങ്ങളുടെ ആർട്ടിക്കിൾസിൽ ഇന്റർണൽ ഓഡിറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രം IFSC പ്രൈവറ്റോ IFSC പബ്ലിക് കമ്പനി ആണെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ആർട്ടിക്കിൾസിൽ പറയണം നിങ്ങൾ ഏത് ടൈപ്പ് കമ്പനി ആണെങ്കിൽ IFSC പ്രൈവറ്റോ IFSC പബ്ലിക് കമ്പനിയോ ആണെങ്കിൽ നിങ്ങളുടെ എവിടെയും പറഞ്ഞിട്ടുണ്ടാവണം ഇന്റർണൽ ഓഡിറ്റ് നടത്തണമെന്ന്, ആർട്ടിക്കിൾസിലും പറഞ്ഞിട്ടുണ്ടാവണം. ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനി or IFSC പ്രൈവറ്റ് കമ്പനി, Section 138 shall apply if the articles of the company provides for the same. ആണല്ലോ. ഇനി അപ്പുറത്തെ പേജ് എടുത്ത് 9.51 ബി പോയിന്റ്, ദി ഓഡിറ്റ് കമ്മിറ്റി ഓഫ് ദ കമ്പനി ഓർ ദ ബോർഡ് ഷാൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ഇന്റർണൽ ഓഡിറ്റർ. അപ്പോൾ ആര് ഇന്റർണൽ ഓഡിറ്ററായിട്ട് കൺസൾട്ടേഷൻ നടത്തും? ഒന്നെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്ത് പറയാൻ? ടു ഫോർമുലേറ്റ് ദ സ്കോപ്പ്, ഏത് വരെ ഓഡിറ്റ് ചെയ്യണം, സ്കോപ്പ്, ഫംഗ്ഷനിങ്, എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, പീരിയോഡിസിറ്റി, എപ്പോഴൊക്കെ വന്ന് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം, പീരിയോഡിസിറ്റി ആൻഡ് മെത്തഡോളജി, നിങ്ങൾ എങ്ങനെ എന്ത് മെത്തേഡൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇന്റർണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ഫോർ കണ്ടക്ടിങ് ദി ഇന്റർണൽ ഓഡിറ്റ്. അപ്പോൾ ഇന്റർണൽ ഓഡിറ്റ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആരുമായിട്ടുള്ള കൺസൾട്ടേഷനിലായിരിക്കും ഇന്റർണൽ ഓഡിറ്റ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ്. താഴെ ഒരു ഡയഗ്രാമായിട്ട് അവർ കൊടുത്തിരിക്കുക. ഏറ്റവും അവസാനം ട്രാൻസിഷണൽ പീരീഡ്. സെർച്ച് കേട്ടോ, സെക്ഷൻ 138 എല്ലാ കമ്പനിയും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. എപ്പോൾ തൊട്ട്? ഈ ആക്ട് നിലവിൽ വന്നിട്ട് 6 മാസത്തിനുള്ളിൽ. An existing company covered under any of the above criteria shall comply with the requirements of section 138 and this rule within 6 months of commencement of such a section. അപ്പം 01/04/2014 ഈ സെക്ഷൻ നിലവിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ, അതായത് സെപ്റ്റംബർ 30, 2014 എന്ത് കംപ്ലൈ ചെയ്തിട്ടുണ്ടാകണം? ഇന്റർണൽ ഓഡിറ്റിന്റെ സെക്ഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ ട്രാൻസിഷണൽ പീരീഡ് എന്ന് പറയുന്നത് വെച്ചാൽ പുതിയൊരു ആക്റ്റോ പുതിയൊരു സെക്ഷനോ വന്നാൽ ആ പുതിയൊരു സെക്ഷനോ പുതിയൊരു ആക്ടിലോട്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധി, അത്രേ ഉള്ളൂ, ട്രാൻസിഷൻ പീരീഡ്. ഹൂ ഇസ് ആൻ ഇന്റർണൽ ഓഡിറ്റർ? ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. വെദർ എൻഗേജ്ഡ് ഇൻ പ്രാക്ടീസ് ഓർ നോട്ട് അവിടെ കിടക്കുന്നുണ്ടോ? അപ്പോൾ പ്രാക്ടീസിൽ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. എംപ്ലോയി ആയാലും കുഴപ്പമില്ല. ദി ഇന്റർണൽ ഓഡിറ്റർ മേ ഓർ മേ നോട്ട് ബി ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുക. സംശയം വരെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി.